ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഇപ്പോൾ എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സേഫായിട്ട് സെറ്റായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൊച്ചി പോകാൻ കേട്ടോ. എന്നാൽ വിചാരിച്ചൊരു കുഞ്ഞൊരു വീഡിയോ എടുക്കാമെന്ന് ഷോർട്സ് ആക്കിയിടാന്നുള്ള പ്ലാൻ ആയിരുന്നു കേട്ടോ. പക്ഷേ വീഡിയോസൊക്കെ എടുത്തു വന്നപ്പോൾ ഇച്ചിരി അധികമായിട്ട് ഒരു 6.5 മിനിറ്റിൻ്റെ വീഡിയോ ഉണ്ടേ. ഓക്കെ, അപ്പം നമ്മൾ പോകുമ്പോൾ തന്നെ ഞാനിങ്ങനെ ഒരേ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കാറിൽ വെക്കിയിട്ട് ബബ്ലൂസിന് മഞ്ച് ഭയങ്കര ഇഷ്ടമാണ്. ബബ്ലൂസ് മഞ്ച് ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഏതാ വലുത് നോക്കിയിട്ട് ഇരിക്കാനായിട്ട്, അവന് വലുത് കഴിക്കാനായിട്ട്. അങ്ങനെ പിന്നെ നമ്മൾ പോണ പാലത്തിൻ്റെ, അതായത് കുട്ടനിലൊരു പാലത്തിൻ്റെ അടിയിൽ ഇതുപോലത്തെ ഒരു കടയുണ്ട് കേട്ടോ. അവിടുത്തെ ഇങ്ങനെ ചില്ലി ചിക്കനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. പഴയ കാലത്ത്, അതായത് ഞാൻ ചെറുപ്പത്തിലേക്ക് ഇരിക്കുമ്പോൾ എനിക്ക് അച്ഛൻ മേടിച്ചത് കേട്ടോ ഒരു ചില്ലി ചിക്കൻ്റെ ഓർമ്മയാണ് കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ ഇടയ്ക്ക് മേടിച്ച് കഴിക്കാറുണ്ട്. പക്ഷേ ഇന്ന് കിട്ടിയത് ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഒന്നും കഴിച്ചിട്ടൊന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്നാൽ വിചാരിച്ചു ചിക്കനും പൊറോട്ടയും കൂടി കഴിക്കാമെന്ന്. അപ്പോൾ പൈനാപ്പിൾ എനിക്കിഷ്ടമാണ്, ഏട്ടൻ അറിയാം. അപ്പോൾ ഈ പൈനാപ്പിൾ ഒടുക്കത്തെ ടേസ്റ്റ് ഇട്ടാ, എന്താ ഫീൽ എന്ന് പറയുക, നല്ല മധുരവും നല്ല പുളിപ്പും നല്ല ഉപ്പും നല്ല എരിവൊക്കെ ആയിട്ട് നല്ല രീതിക്ക് തന്നെ കനം കുറഞ്ഞിട്ട് അവർ ഇങ്ങനെ എരിഞ്ഞിട്ട് അത് എന്താ പറയുക ഉപ്പിലിട്ടേക്കണേന്ന് തോന്നിട്ട് അത്രയധികം ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ഞാനാണെങ്കിൽ കാറിൽ പോകുമ്പോൾ എല്ലാം എടുത്ത് വെക്കും കേട്ടോ. ബബ്ലൂസിൻ്റെ ആയാലും എൻ്റെ ആയാലും ഏട്ടൻ്റെ ആയാലും A to Z എടുത്ത് വെക്കും. എപ്പോഴാണ് പെട്ടെന്ന് ആവശ്യം വരാമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാം അങ്ങനെ സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ കാറിൽ കയറാറ് കേട്ടോ. അപ്പം നമ്മുടെ അവിടെ പോയിട്ട് നമ്മുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞു. എന്നാൽ പിന്നെ നമുക്ക് മറൈൻ ഡ്രൈവ് കയറാമെന്ന് വിചാരിച്ചു കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 1.5 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും ഇപ്പോൾ കൊച്ചിയിലേക്ക് വരുന്നത്. ബബ്ലൂസിനാണെങ്കിൽ ചെറിയ രീതിക്ക് എൻജോയ്മെൻറ്റ് ആയിക്കോട്ടെ, ബോട്ടിലൊക്കെ കയറാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ ആദ്യമേ എടുത്തും. പിന്നെ നമുക്ക് 25 രൂപ കൊടുക്കുകയാണെങ്കിൽ അവിടുത്തെ ഒരു എന്താ പറയുക നമ്മുടെ ഫുൾ സൈസ് ഫോട്ടോയൊക്കെ ഒരു ചേച്ചി ചേട്ടനും കൂടിയിട്ട് ക്യാമറയിൽ എടുത്തു തരും കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഫോട്ടോസൊക്കെ ഒന്ന് ട്രൈ ചെയ്തു കേട്ടോ. അങ്ങനെ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം നമുക്ക് ബോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ബോട്ടിൽ കയറിയിട്ട് ഒരു മണിക്കൂറോളം നമുക്ക് പോസ്റ്റ് കിട്ടി. നമ്മൾ വിചാരിച്ചു നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന്. കാരണം അത് ബുധനാഴ്ചയാണ് പോയത്, വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ബോട്ടിൽ ഇങ്ങനെ ഇരുന്ന് എന്താ പറയുക ടൈം കളയും തോറും ഈ ഫോറിനേഴ്സും പിന്നെ ജപ്പാൻകാരും ചൈനക്കാരും അവിടുത്തെ കുറേ പേര് കയറിയിട്ടുണ്ടായിരുന്നു. അടിച്ചുപൊളി രീതിക്ക് നമ്മൾ 1 മണിക്കൂറായിട്ട് നമുക്ക് ബോട്ടിൽ സ്പെൻഡ് ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത് 1 മണിക്കൂർ നമ്മൾ അടിച്ചു പൊളിച്ചിട്ടാ. നല്ല ക്ലൈമറ്റ് ആയിരുന്നേ ഈ സമയത്ത്. നമ്മുടെ നാട്ടിൽ ഒടുക്കത്തെ മഴയാണ്, തൃശ്ശൂർ നല്ല മഴയാണ്. ഫോർട്ട് കൊച്ചിയിൽ നമ്മൾ എത്തി, അതായത് ഒരു 5 മണി സമയത്താണ് കൊച്ചിയിൽ മഴ പെയ്തത് കേട്ടോ. നമുക്ക് ഭയങ്കര സങ്കടമായി. കാരണം ഫോർട്ട് കൊച്ചിയിൽ ആ ഒരു കടൽ തീരത്ത് പോയി കുറച്ച് നേരം ഇരിക്കാമെന്നൊക്കെയുള്ളൊരു മൂഡിലായിരുന്നു നമ്മൾ അതും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതൊക്കെ മഴ കൊണ്ടുപോയിട്ടാ. ഈ സമയത്ത് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒന്നുകൂടി പൊരിച്ചേനെ. കാരണം നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ വേനൽ മഴ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ. പക്ഷേ നമ്മുടെ എറണാകുളം, അതായത് നമ്മുടെ ഈ മറൈൻ ഡ്രൈവിൽ നമ്മൾ ബോട്ടിങ്ങിൻ്റെ ടൈമിൽ നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. വെള്ളം ചൂടും നല്ല തണുത്ത കാറ്റും ഒട്ടും തന്നെ ബോറടിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയിൽ ഡോൾഫിനും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ബബ്ലൂസ് അതിൽ ഒരു ഹാപ്പി ആയിട്ടാണ്. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഫോട്ടോസ്. 25 രൂപയോടെ നല്ല രീതിക്ക് തന്നെ അവർ നല്ല വൃത്തിക്ക് തന്നെ ഫോട്ടോ എടുത്ത് തന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം മെറൈൻ ഡ്രൈവിലൊക്കെ ചുറ്റിക്കറങ്ങി നമ്മൾ വീണ്ടും ഫോർട്ട് കൊച്ചിയിലേക്ക് പോകാനായിട്ട് ജങ്കാറിലാണ് കയറിയത്. കാറിന് 50 രൂപയാന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഈ അല്ലറ ചില്ലറ സാധനങ്ങൾ കഴിച്ചത് കൊണ്ട് തന്നെ വലിയ വിശപ്പുണ്ടായിരുന്നില്ല. എന്നാലും കുഞ്ഞു രീതിക്ക് വിശന്ന് വരുമ്പോൾ തൊട്ടപ്പുറത്തൊരു ബേക്കറിയിൽ നിന്ന് പോയിട്ട് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ മേടിച്ച് തന്നു. അപ്പോൾ അതും കൂടിയും കഴിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ ജങ്കാറിൽ കാറൊക്കെ കയറ്റിയിട്ട് നെക്സ്റ്റ് എന്താ പറയുക സ്പോട്ടിൽ നമ്മളെ കൊണ്ട് ഇറക്കി. പിന്നെ നമുക്ക് ഏതാ മൂഡെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് മന്തി കഴിക്കാനുള്ള മൂഡായിരുന്നു കേട്ടോ. നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ, അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ ക്ലൈമറ്റ് കണ്ടതുകൊണ്ട് ഭയങ്കര സന്തോഷവും ആ ഒരു കടൽ തീരത്ത് പോയി ഇരിക്കാം എന്നൊക്കെയുള്ള ഒരു മൂഡിലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് പോവാം, ഫോർട്ട് കൊച്ചി പോവാമെന്ന് എന്താ പറയുക കടൽ ഭാഗത്ത് പോയിരിക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നമ്മൾ മന്തി കഴിക്കാനുള്ള മൂഡായതുകൊണ്ട് നല്ല മന്തി കിട്ടുന്ന സ്പോട്ട് ഏതാണെന്ന് സെർച്ച് ചെയ്തപ്പോൾ ഒരു അറേബ്യൻ ഹോട്ടലാണ് നമുക്ക് സജഷനിൽ വന്നത്. അങ്ങനെ നമ്മൾ തൊട്ടപ്പുറത്തെ വഴിയിൽ തന്നെയായിരുന്നു കേട്ടോ. കുറേ ചുറ്റടിക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ സ്പോട്ടിലേക്ക് എത്തി, കുഴിമന്തിയുടെ സ്പോട്ടിലേക്ക് എത്തി. ഇവിടെ വേറെ തരം ഫുഡൊന്നുമില്ല, ഓൺലി കുഴിമന്തി മാത്രം. അതും പല വെറൈറ്റി ഉണ്ട് കേട്ടോ. നമ്മൾ പറഞ്ഞത് എരിവെരി ആയിരുന്നു കേട്ടോ. പേര് പോലെ തന്നെ ഒടുക്കത്തെ എരിയായിരുന്നു. എന്താ പറയുക, എന്തായാലും വാങ്ങിയതല്ലേന്ന് വെച്ച് നമ്മൾ ഫുള്ളും കഴിച്ചു കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ മയനൈസ് ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ മറ്റേ നമ്മുടെ തേനുണ്ടല്ലോ, ഹണീൻ്റെ ഫ്ലേവറിലൊരു സോസൊക്കെ വന്നിട്ട് അതുള്ളത് കൊണ്ട് നമുക്ക് കഴിക്കാനായിട്ട് പറ്റിയിട്ടാ. നല്ല വിശപ്പുള്ളത് കൊണ്ട് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു, എന്നാൽ നല്ല എരിയും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ
അത് നിങ്ങൾക്ക് ഫുഡിൻ്റെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവട്ടെ. കണ്ട റെഡിഷായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നത്. അത്രയധികം ഈ കുത്തുമിളകൊക്കെ ഇട്ടിട്ട് നല്ല സ്പൈസി ആയിട്ട് നല്ല ഒടുക്കത്തെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അന്ന് അതിലുപരി നല്ല എരിയും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ സെർവ് ചെയ്തു, അത് കഴിച്ചു കേട്ടോ. പിന്നെ കുഴിമന്തി കഴിച്ച് ഇറങ്ങിയപ്പോഴാണ് ഒടുക്കത്തെ മഴ പെയ്യണത്. അപ്പം ഞാൻ നാട്ടിലേക്ക്, അതായത് അവിടെ അച്ഛനെ വിളിച്ച് നോക്കിയപ്പോൾ പറഞ്ഞു ഇവിടെ ഒടുക്കത്തെ മഴയാന്ന് പറഞ്ഞു കേട്ടോ. അത് നമ്മുടെ തൃശ്ശൂരിൽ. ഇവിടെ ആണെങ്കിൽ മഴ പെയ്യണേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ മന്തി കഴിച്ചിറക്കിയപ്പോഴേക്കും നമ്മുടെ കാലാവസ്ഥയ്ക്കൊക്കെ കോട്ടം തെറ്റി നല്ല രീതിക്ക് തന്നെ മഴ കിട്ടിയിട്ട്. അപ്പോൾ പിന്നെ നമ്മുടെ പ്ലാനിങ് ഒക്കെ തെറ്റി. ഇനി ബബ്ലൂസിനെയും കൊണ്ട് ഈ മഴയത്ത് കടൽ തീരത്തൊക്കെ പോയി ഇരിക്കേണ്ടതെന്ന് വെച്ചിട്ട് ആകെ സങ്കടമായിരുന്നു. കാരണം നമ്മൾ അത്രയും എക്സ്പെക്റ്റ് ചെയ്തിട്ട് നല്ല രീതിക്ക് വൈബ് അടിക്കാം എന്നുള്ള രീതിയിൽ, കാരണം ഈവനിങ് ടൈം ആകുമ്പോൾ നല്ല ഒടുക്കത്തെ ഒരു രസമാണല്ലോ അവിടെ പോയി ഇരിക്കാനായിട്ട്. അങ്ങനെ അപ്പോൾ അതൊക്കെ തെറ്റി അവിടെ ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങി കാറിൽ തന്നെ കേട്ടോ. പിന്നെ നമ്മൾ വീണ്ടും ചങ്കാറിലേക്ക് പോകാനായിട്ട് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പം നല്ല മഴയല്ല, അപ്പോൾ നല്ലൊരു ചായയും കൂടി കുടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് ഇടയായിട്ട് കഴിക്കാനായിട്ട് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം എന്ന് പറയുന്നത് പഴംപൊരിയാണ് കേട്ടോ. 4 മണി സമയമായി കഴിഞ്ഞാൽ പഴംപൊരി കഴിക്കാൻ ഭയങ്കര പൂതിയിട്ട്. അപ്പോൾ എനിക്കവിടെ പഴംപൊരിയും ചായയും കൂടി വാങ്ങി തന്നു. ഞാൻ കാറിലിരുന്ന് കഴിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ച് എറണാകുളമൊക്കെ എത്തിയപ്പോൾ ഇത്രയേ ഉള്ളൂ കുഞ്ഞൊരു വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരെ വീട്ടിൽ പോകാം.